ഹായ്, നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് സീരീസ് എന്ന് പറയുന്നതാണ്. സീരീസ് അതേപോലെ സീക്വൻസ്, ഈ രണ്ട് ടേമുകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേംസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇങ്ങനെ കോമയിട്ട് ഇങ്ങനെ എക്സെട്ര അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം 1, 2, 3, 4 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഇതേപോലെ സംഖ്യകൾ നമ്മൾ എഴുതുന്നതിന്, തുടർച്ചയായി നമ്മൾ സംഖ്യകൾ എഴുതുന്നതിന് പറയുന്നവരാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ജനറലി എഴുതുവാണ്. ജനറലി നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പം A1 എന്ന് പറയുന്ന നമ്പറാണ്, റിയൽ നമ്പറാണ്. ഇവിടെ A2, A3 എക്സെട്ര ഇങ്ങനെ സംഖ്യകൾ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്വൻസ് ആയിട്ട് എഴുതിയ സംഖ്യകളെ നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നതിന് പറയുന്നത്, അങ്ങനെ രീതിയിൽ എഴുതുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 + 2 ഈ ഞാൻ എഴുതിയിരിക്കുന്ന സീക്വൻസിന്റെ കറസ്പോണ്ടിങ് സീരീസ് ആണ് എഴുതുന്നത്. 4 എക്സെട്ര ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത്? സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് ചിലപ്പോൾ എന്തായിരിക്കും? A1 + A2 + A3 + എക്സെട്ര. ഇതാണ് സീരീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നോട്ടിൽ എഴുതിയിരിക്കുന്നതാണ്. എ സീരീസ് ഈസ് ഇൻഫോർമലി സ്പീക്കിംഗ്, ഇൻഫോർമൽ ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇൻഫോർമൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് ദ ടേംസ് ഓഫ് എ സീക്വൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സീരീസ് എന്ന് പഠിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡെഫിനേഷനിലേക്ക് പോകുമ്പോൾ അതേപോലെ എന്താണ് കൺവേർജൻസ് ഓഫ് എ സീരീസ്, നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും കൺവേർജൻസ്. അതേപോലെ വേരിയസ് കൺവേർജൻസ് ടെസ്റ്റ്, അതായത് സീരീസുകൾ കൺവേർജെന്നും ഡൈവേർജെന്നും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്ന സീരീസുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് എന്നാൽ എന്താണ് എന്ന് പറയുന്നത്. അപ്പൊ സീരീസിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. U1, U2, U3 എക്സെട്ര UN, എക്സെട്ര. ഇടയ്ക്ക് UN എഴുതിക്കുന്നത് ജനറൽ ടേം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എണ്ണം നമുക്ക് അറിയത്തില്ല, എണ്ണം അറിയാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വെറുതെ ഒരു UN എന്ന് വിളിക്കും. ഈ N എത്ര വേണമെങ്കിലും ആകാം, എക്സെട്ര. ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടേംസ് അല്ലേ? ഇൻഫിനിറ്റ് ആയിട്ട് ടേംസിനെ അറിയാം, അങ്ങനെ ഡോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നിരിക്കട്ടെ. അതായത് U1, U2, U3, U4 എക്സെട്ര എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും റിയൽ നമ്പേഴ്സ് എന്നിരിക്കട്ടെ. എങ്കിൽ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. U1 + U2 + U3 + എക്സെട്ര. കുറെ ടൈം കഴിയുമ്പോൾ ഒരു UN വരും. ഈ N എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, 100, 10,000, 1,00,000 എത്ര വേണമെങ്കിലും പ്ലസ് എക്സെട്ര. തീരുന്നില്ല, അതുകൊണ്ട് തീരുന്നില്ല, എക്സെട്ര. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ചുരുക്കി നമ്മൾ എന്ത് പറയും? സീരീസ് എന്ന് പറയും. ഓക്കെ, ഈ U1 നമ്മൾ എന്ത് പറയും? U1 എത്രാമത്തെ ടേമാണ് ഈ സീരീസിലെ? ഒന്നാമത്തെ ടേമാണ്. സോ U1 നമ്മൾ പറയും ഫസ്റ്റ് ടേം ഓഫ് ദ സീരീസ് എന്ന് പറയും. U2 എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണമെങ്കിൽ സെക്കൻഡ് ടേം ഓഫ് ദ സീരീസ് എന്ന് പറയാം. എങ്കിൽ UN നമ്മൾ എന്ത് പറയും? എൻഡ് ടേം ഓഫ് ദ സീരീസ് എന്ന് പറയാം. ശരിയല്ലേ? ഈ N എന്ന് പറയുന്നത് എത്ര ഉള്ളൂ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം U100 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടുത്തെ 100th ടേം ഓഫ് ദ സീരീസ് ആയിരിക്കും. അപ്പം ജനറലി നമ്മൾ UN എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? എൻഡ് ടേം ഓഫ് ദ സീരീസ് ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്തത് നൊട്ടേഷൻ ആണ്. നൊട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് സീരീസ് വന്നിട്ടുണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണല്ലോ. U1 + U2 + U3 + എക്സെട്ര UN + എക്സെട്ര എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള എന്താണ്? ഒരു സീരീസ് ആണ്. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ U1 + എക്സെട്ര ഇങ്ങനെ എഴുതുന്നതിന് പകരം സിംബോളിക് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തത് ബ്രീഫ്ലി ഇത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സിഗ്മ N = 1 to infinity UN. ഈ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മ നമ്മൾ പ്ലസ് എഴുതില്ലേ, ഈ പ്ലസ് എഴുതുന്നതിന് പകരം എല്ലാ പ്ലസുകൾക്കും കൂടെ നമ്മൾ ഒറ്റ ഈ സിഗ്മ നൊട്ടേഷൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയണം എത്ര തവണ സം എടുക്കുന്നുണ്ട്? U1
U2 U3 UN എക്സെട്ര അങ്ങ് പോവുക. അപ്പം നമ്മൾ സം എടുക്കുന്ന 1 തൊട്ട് എത്ര വരെ എടുക്കുന്നുണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് എടുക്കുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എന്നിന്റെ വാല്യൂ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കും? UN എന്ന് കൊടുക്കും. അപ്പൊ എന്നിന് ഓരോ വാല്യൂ എടുക്കുക. എന്നിന് 1 കൊടുത്താൽ ഇപ്പൊ എന്ത് വരും? U1. എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? U2. എന്നിന് 3 കൊടുത്താൽ എന്ത് വരും? U3 എക്സെട്ര അങ്ങനെ പോകും. മനസ്സിലായേ? അപ്പൊ സം കൂടെ കൊടുക്കണം. അപ്പൊ സം എടുക്കുമ്പോൾ നടുക്ക് കൊടുക്കണം, പ്ലസ് കൂടെ കൊടുക്കുക. അപ്പൊ അതാണ് ഈ നൊട്ടേഷൻ. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ജനറലി എഴുതാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ മുകളിൽ പറഞ്ഞ ഈ A1 + A2 + A3 + എക്സെട്ര ഇയാളെ നൊട്ടേഷൻ പ്രകാരം എഴുതിയാൽ എന്ത് എഴുതും? സിഗ്മ n = 1 to ∞ an. ഈ n എന്ന് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ വേറെ ആൾ എഴുതുന്നത് ചിലപ്പം സിഗ്മ k = 1 to ∞. അപ്പൊ എന്ത് എഴുതണം? a k എന്ന് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ വ്യത്യാസം. പിടിയോ? അപ്പൊ നൊട്ടേഷൻ മനസ്സിലായോ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടേം ആണ് എന്ത് പാർഷ്യൽ സം എന്ന് പറയുന്ന വാക്ക്. എന്ത് പാർഷ്യൽ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്ത് പാർഷ്യൽ സം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സീരീസ് ഉണ്ടല്ലോ, ഈ സീരീസിന്റെ നോക്കി എന്ത് പാർഷ്യൽ സം എന്ന് വെച്ചാൽ ഈ സീരീസിന്റെ ആദ്യത്തെ n ടേംസ്, ഇതാണല്ലോ ആദ്യത്തെ n ടേംസ്, അവരുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് എന്ത് പാർഷ്യൽ സം. കാരണം നമ്മൾ സീരീസിന്റെ മൊത്തം സം എടുക്കുന്നില്ല, പകുതി n വരെയുള്ള ആൾക്കാരെ സം എടുക്കുക. അതാണ് പാർഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ പാർഷ്യൽ ആയിട്ടാണ് നമ്മൾ സം എടുക്കുന്നത്. അപ്പം എന്ത് പാർഷ്യൽ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ n വരെയുള്ള സം എടുക്കുന്നു. അതാണ് എന്ത് പാർഷ്യൽ സം എന്ന് പറയുന്നത്. അതാണ് U1 + U2 + U3 + എക്സെട്ര UN ആദ്യത്തെ n ആൾക്കാരെ സം എടുക്കുന്നു. അതിന് നമ്മൾ നൊട്ടേഷൻ പ്രകാരം എഴുതുന്നത് SN. S എന്ന് വെച്ചാൽ നമ്മുടെ സം എന്നുള്ള S, ഈ സഫിക്സ് ആയിട്ട് n കൊടുത്തിരിക്കുന്ന n ആൾക്കാരെ സം എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് പറയുന്നത് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പാർഷ്യൽ സം. ആരുടെ? സീരീസിന്റെ. ഇതാണ് സീരീസിന്റെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? സിഗ്മ n = 1 to ∞ UN. അപ്പം ഈ സീരീസിന്റെ എന്ത് പാർഷ്യൽ സം എന്ന് വെച്ചാൽ എന്താണ്? U1 + U2 + എക്സെട്ര UN. എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ A1 + A2 + എക്സെട്ര ഉണ്ടല്ലോ, അയാളുടെ എന്ത് പാർഷ്യൽ സം എന്ത് വരും? അയാളുടെ എന്ത് പാർഷ്യൽ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ SN = A1 + എക്സെട്ര A. ഓക്കെ, ഇനി നിങ്ങളോട് പറയാണ് 10th പാർഷ്യൽ സം എന്ന്. 10th പാർഷ്യൽ സം എന്ന് വെച്ചാൽ എന്ത് നമ്മൾ എഴുതും? S10. അപ്പൊ എന്ത് വരും? A1 + എക്സെട്ര A10. അതാണ് എന്ത് പാർഷ്യൽ സം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടേം ഓർത്തിരിക്കണം കേട്ടോ, എന്ത് പാർഷ്യൽ സം. ഇനി അടുത്തൊരു ടേം സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. പുതിയൊരു ടേം. നമ്മൾ പാർഷ്യൽ സം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പാർഷ്യൽ സം കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? SN എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. SN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പാർഷ്യൽ സം ഓഫ് ദ സീരീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ S1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? S1 ഈ പറയുന്ന S1 നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കും ആദ്യത്തെ ഒരു ടേമിന്റെ മാത്രം സം അല്ലെ, ഫസ്റ്റ് പാർഷ്യൽ സം എന്ന് പറയുന്നത്. അപ്പൊ S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും വരാൻ പോകുന്നത്? U1. അപ്പൊ അതൊരു സംഖ്യ. S2 എന്ന് വെച്ചാൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? S2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് U1 + U2 രണ്ട് ടേമുകളുടെ സം. അത് നമ്മൾ എന്ത് എഴുതും? S2. അതൊരു സംഖ്യ ആയിരിക്കുമല്ലോ. അടുത്തത് S3 എന്ന് വെച്ചാൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? ആദ്യത്തെ 3 ടേംസിന്റെ സം U1 + U2 + U3. ഓക്കെ, അതാണ് S3. അടുത്തത് എന്താണ്? S4. ആദ്യത്തെ 4 ടേംസ് U1 + U2 + U3 + U4 എക്സെട്ര. SN എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ എന്ത് പാർഷ്യൽ സം എക്സെട്ര. ഇപ്പൊ ഇതെന്തായി തീർന്നു? ഇതൊരു സീക്വൻസ് ആയി തീർന്നില്ലേ? അപ്പൊ നോക്കിയേ, നമ്മുടെ സീരീസിൽ നിന്നും നമ്മൾ എന്തുണ്ടാക്കി? ഒരു സീക്വൻസ് ഉണ്ടാക്കി. ഈ സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾ പാർഷ്യൽ സംസ് കണ്ടുപിടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. സോ ഇതാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്കുള്ള. എന്താണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം, അല്ലെങ്കിൽ എന്താണ് എന്ത് പാർഷ്യൽ സം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, എക്സാമ്പിൾ 1. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ്
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് nth partial sum of the series sigma n equal to 1 to infinity un, where un എന്ന് വെച്ചാൽ എന്താണ് 1/2 raised to n minus 1. അപ്പൊ നമ്മുടെ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? un പറയുന്നത് 1/2 raised to n minus 1 ആണ്. അപ്പം നോക്കിയേ, സിഗ്മ n equal to 1 to infinity un ആണല്ലോ. un ആരാണ് തന്നിട്ടുണ്ട്? അപ്പൊ നമ്മൾ എഴുതുന്നു സിഗ്മ n equal to 1 to infinity 1/2 raised to n minus 1. അപ്പൊ ഇതാണ് നമ്മുടെ സീരീസ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? n ആദ്യം 1 കൊടുക്കുക. n ന് 1 കൊടുത്താൽ എന്തായിരിക്കും വരാൻ പോണത്? 1/2 raised to 1 minus 1 എന്ന് വെച്ചാൽ ആരാ? 1/2 raised to 0. 1/2 raised to 0 എത്രയാണ്? 1. 1/1 1. സോ നമ്മുടെ ഫസ്റ്റ് ടൈം ആരാണ്? 1. അപ്പൊ u1, അപ്പൊ u1 നോക്കിയേ 1 പ്ലസ് അടുത്ത u2. u2 കിട്ടുന്നത് എങ്ങനെയാണ്? n ന് 2 കൊടുക്കുമ്പോഴത്തേക്കാണ്. n ന് 2 കൊടുത്താൽ എന്ത് വരും? 1/2 raised to 2 minus 1. അതായത് ആരാ? 1/2. അപ്പൊ സെക്കൻഡ് ടൈം 1/2. അടുത്ത ടൈം അപ്പൊ എന്തായിരിക്കും? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1/2 സ്ക്വയർ, 1/3 സ്ക്വയർ, സോറി 1/3 സ്ക്വയർ അല്ല, 1/2 സ്ക്വയർ, 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര. എന്ത് ടൈം ആരായിരിക്കും? 1/2 raised to n minus 1 പ്ലസ് എക്സെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സീരീസിന്റെ ഫസ്റ്റ് പാർഷ്യൽ സം എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് പാർഷ്യൽ സം നമ്മൾ എഴുതുന്നതിനാണ് s1. s1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. u1. u1 എത്രയായിരിക്കും വരാൻ പോകുന്നത്? ആദ്യത്തെ ടേം 1. അതാണ് s1 equal to u1 equal to 1 എന്ന് ഇരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർഷ്യൽ സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് പാർഷ്യൽ സം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? s2 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. s2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? s2 കണ്ടുപിടിക്കുന്നത് u1 plus u2 എന്നാണ് കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? u1 plus u2. അപ്പൊ ആദ്യത്തെ രണ്ട് ടേംസിന്റെ സം കണ്ടുപിടിക്കുക. ആദ്യത്തെ രണ്ട് ടേംസ് ആരൊക്കെയാണ്? 1 plus 1/2. അപ്പൊ നമ്മൾ എഴുതി 1 1/2 കൂടെ ആഡ് ചെയ്യുന്നു. അത്ര കിട്ടും 3/2. ഇനി തേർഡ് പാർഷ്യൽ സം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? s3. നമ്മൾ s3 എന്നല്ലേ നമ്മൾ നൊട്ടേഷൻ. അപ്പൊ u1 plus u2 plus u3. അപ്പൊ ആദ്യത്തെ മൂന്ന് ടേംസ് കൂട്ടുക. 1 plus 1/2 plus 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ 1/4. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരും? 7/4. അതൊക്കെ കൂട്ടാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ? 1 plus 1/2 plus 1/4. കാരണം ഇവിടുത്തെ ലാർജസ്റ്റ് ഡിനോമിനേറ്റർ 4 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് 4 ഡിനോമിനേറ്റർ കോമൺ എടുക്കാം. അപ്പം 1 നമുക്ക് എങ്ങനെ എഴുതാം? 4/4 അല്ലേ? 2 ന്റെ ഡിനോമിനേറ്റർ 4 ആക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? മുകളിൽ താഴെ 2 വിളിക്കുന്നു. അപ്പൊ എന്ത് വരും? 2/4. ഇത് 1/4. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ട് 4 × 6 1 7 7/4. അങ്ങനെയാണ് 7/4. ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്ത് പാർഷ്യൽ സം കണ്ടുപിടിക്കണം? എന്ത് പാർഷ്യൽ സമ്മിന്റെ ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കുന്നത്? എഴുതുന്നില്ല sn. sn വെച്ചാൽ ആരാ? u1 plus u2 plus etc. un. അപ്പം ഈ n ആൾക്കാരുടെ സം എടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? 1 plus 1/2 plus 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര എവിടെ വരെ? 1/2 raised to n minus 1 വരെ ആൾക്കാർ എഴുതണം. ഇനി പറയുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പഠിക്കാം. ഇതെന്ത് പ്രോഗ്രഷൻ ആണ്? ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ. എങ്ങനെയാണ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് മനസ്സിലാവുന്നത്? തൊട്ട് മുമ്പത്തെ ടേമുകൾ തമ്മിൽ ഒരു റേഷ്യോ കോമൺ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് ജോമെട്രിക്സ് അല്ലെ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടേമായ 1-നെ 1/2 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ സെക്കൻഡ് ടേം കിട്ടിയത്. ഇനി സെക്കൻഡ് ടേമിനെ 1/2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ടേമായ 1/2 സ്ക്വയർ കിട്ടിയത്. ഇനി 1/2 സ്ക്വയറിനെ വീണ്ടും 1/2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1/2 ക്യൂബ് കിട്ടുന്നത്. സോ അപ്പൊ നോക്കിയേ, ഒരു കോമൺ ആയിട്ട് 1/2 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അടുത്തടുത്ത ടേം കിട്ടുന്നത്. അപ്പൊ അത്തരം സീരീസുകൾ നമ്മൾ ജോമെട്രിക് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ ജോമെട്രിക് ആയിട്ടുള്ള ഈ സീരീസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനത് എഴുതാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ജനറലി നമുക്കൊരു ജോമെട്രിക് സീരീസിൽ എങ്ങനെ എഴുതാം? a plus ar plus ar square plus ar cube. ഇതൊരു ജോമെട്രിക് ആയിട്ടുള്ള സീരീസ് അല്ലേ? കാരണം എന്താ? ഒന്നാമത്തെ ടൈമിനെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ar കിട്ടുന്നത്. ഈ ar-നെ വീണ്ടും 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ar സ്ക്വയർ കിട്ടുന്നത്. ar വീണ്ടും അല്ലേ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ar raised to ar cube കിട്ടുന്നത്. പ്ലസ് എക്സെട്ര ഒരു ar raised to n minus 1 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? a കോമൺ എടുക്കാം. ശരിയല്ലേ?
മിച്ചം എന്ത് വരും? 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര ആർ റൈസ് ടു n മൈനസ് 1. ഓക്കെ, എവിടെ നിൽക്കട്ടെ? ഈ 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര ആർ റൈസ് ടു n മൈനസ് 1 സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതാണ് പറയുന്നത്. ഈ ആറിന്റെ വാല്യൂ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണ്. ഓക്കെ, നമ്മൾ എഴുതുന്നത് 1 മൈനസ് ആർ റൈസ് ടു n. n മൈനസ് 1 ആണെങ്കിൽ ഇവിടെ ആർ റൈസ് ടു n വരും, ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കേസിൽ നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര 1/2 റൈസ് ടു n മൈനസ് 1. അപ്പൊ ഇവിടെ കോമൺ എടുക്കാൻ ആരുമില്ല. ഓൾറെഡി നമ്മുടെ എ എത്രയാണ്? 1 ആയിട്ട് പോയിട്ട് മിച്ചം നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ. അതായത് ഇത്രയും പാർട്ടേ നമുക്കുള്ളൂ. നമ്മുടെ ആർ എത്രയാണ് ഇവിടെ? നമ്മുടെ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2. അപ്പൊ ശരിയാണ്, മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 ആണ്. എങ്കിൽ നമ്മുടെ സമ്മ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്തായിരിക്കും? എ 1 ആയി പോയില്ല, അപ്പൊ നോക്കണ്ട. 1 മൈനസ് 1/2 റൈസ് ടു n, ഇവിടെ n മൈനസ് 1 ആണ്, ഒന്നുകൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2. ശരിയാണല്ലോ. ഇത് നമുക്ക് 1 മൈനസ് 1/2 റൈസ് ടു n. ഈ 1 മൈനസ് 1/2 നമുക്ക് എന്ത് എഴുതാം? 1/2. ഈ 1/2 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ 2 ഇൻറ്റു 1 മൈനസ് 1/2. ഞാൻ ഇവിടെ 2 റൈസ് ടു n എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ, രണ്ടും ഒന്നുമല്ലേ. ഇനി നോക്കിയേ എന്താ സംഭവിക്കുന്നത്? വേണമെങ്കിൽ ഈ 2 അകത്തേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 2 മൈനസ് 2 മുകളിൽ വരുമ്പോഴത്തേക്ക് വെട്ടിപ്പോയി മിച്ചം എന്ത് വരും? 1/2 റൈസ് ടു n മൈനസ് 1. ശരിയാണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. ഇവരത് എഴുതിയിരിക്കുക, നമ്മൾ കണ്ടുപിടിച്ച 1 മൈനസ് 1/2 റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2. അവർ എഴുതിക്കുന്ന ഇതേ ആൻസർ തന്നെയല്ലേ? 2 മൈനസ് 1/2 ഹോൾ റൈസ് ടു n മൈനസ് 1. നമ്മൾ അതിന് എഴുതിക്കുന്നത് ഒരു വ്യത്യാസം, ഞാൻ 1/2 റൈസ് ടു n മൈനസ് 1 എഴുതി, അവർ 1/2 ഹോൾ റൈസ് ടു n മൈനസ് 1 എഴുതി. പിന്നെ അങ്ങനെ എഴുതിയേക്കാം, രണ്ടും ഒന്നും കേട്ടോ. പേടിയാ. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട എക്സ്ട്രാ കാര്യം, പുസ്തകത്തിൽ ഇല്ലാത്ത എക്സ്ട്രാ കാര്യം ഇതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഈക്വേഷൻ. ഇനി ഒരു എക്സാമ്പിളൂടെ നമുക്ക് പഠിച്ചിട്ട് നിർത്താം. ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ nth partial sum of the series sigma n equal to 1 to infinity un where un equal to minus 1 raised to n. അപ്പൊ നമ്മുടെ സീരീസിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സിഗ്മ n equal to 1 to infinity un അല്ലേ? un ആരാ? minus 1 raised to n. ഇനി അതിന് ഓരോ വാല്യൂ കൊടുക്കുക. n ന് 1 കൊടുത്താൽ എത്ര വരും? minus 1. അടുത്ത n ന് 2 കൊടുത്താൽ എത്ര വരും? 1. ശരിയല്ലേ? ഈവൻ പവേഴ്സ് വന്നാൽ 1 വരും, ഓഡ് പവേഴ്സ് വന്നാൽ -1 വരും, അപ്പം 1. അടുത്ത പിന്നെ എന്ത് വരും? -1. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സീരീസ് എങ്ങനെയാ പോകുന്നത്? -1 പ്ലസ് 1 പിന്നെ -1 പിന്നെ +1 പിന്നെ -1 അല്ലെ? ഈ രീതിക്കാണ് പോകുന്നത്. നമ്മുടെ എന്ത് ടേം എന്ത് വരും? -1 റൈസ് ടു n വരും. നിങ്ങൾ ഇതിന്റെ എന്ത് പാർഷ്യൽ സം കണ്ടുപിടിക്കണം. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ എന്ത് പാർഷ്യൽ സം ആണ് കണ്ടുപിടിക്കുന്നത്? ടേംസ് പോകണം നിങ്ങൾ കണ്ടല്ലോ. ടേംസിന് എഴുതി വെക്കാം. -1 +1 പിന്നെ -1 +1 -1 +1 സോറി മൈനസ്. ഇതിന്റെ S1 എത്ര വരും? S1 ഫസ്റ്റ് പാർഷ്യൽ സം കാണുമ്പോഴേ അറിയാം -1 ആണെന്ന്. ശരിയാണല്ലോ. ഇതിന്റെ S2 എത്ര വരും? ആദ്യത്തെ രണ്ട് ടേം. അപ്പൊ -1 + 1 എത്രയാ? 0. S3 എത്ര വരും? -1 ഉം 1 ഉം കൂട്ടിയാൽ 0. പിന്നെ എത്രയാ? -1. അപ്പം S3 എന്ന് പറയുന്നത് -1. S4 എത്രയാ? ആദ്യത്തെ 4 ടേംസ് കൂട്ടുന്നു, അപ്പം വീണ്ടും 0. അപ്പൊ S4 എന്ന് വെച്ചാൽ 0. S5 എടുത്താലോ അത് -1. S6 എടുത്താലോ കാരണം പെയർവൈസ് നമ്മൾ എടുക്കുമ്പോൾ 0 ആയി പോകും. ഓരോ ഇത് മനസ്സിലായ കാര്യം S1 S3 S5 എന്ന് പറയുന്ന ആൾക്കാർ ഓക്കെ ഇവരെല്ലാം -1 വരും. S2 S4 S6 എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് വരും? 0 വരും. അപ്പൊ നമുക്ക് ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? Sn എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ -1. Sn-ലെ n എന്ന് പറയുന്നത് ഈവൻ ആണ് വരുന്നതെങ്കിൽ 0. അതാണ് എഴുതുന്നത്. അപ്പം എന്ത് പാർഷ്യൽ സം നോക്കി n-ന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് വേണമെങ്കിൽ മാറാം. അതാണ് എഴുതിയിരിക്കുന്നത്.
ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊന്നും വലിയ കാര്യമില്ല. അപ്പം ഇത്രയും മനസ്സിലായെന്ന് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, ശരി, താങ്ക് യു.